നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിലെ പെൺകുട്ടികളെ പ്രണയക്കെടുതിയിൽപ്പെടുത്തി ഇറാഖിലും സിറിയയിലേക്കും ഐസിസ് അടിമകളായി കൊണ്ടുപോകുന്ന കഥ പറഞ്ഞ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തീരുമാനിച്ചത്. ഇതിനെതിരെ ഇടത് ഇസ്ലാമിക കൂട്ടുകെട്ടും കേരളത്തിലെ കപട മതേതരവാദികളും രംഗത്ത് വന്നിരുന്നു. എന്നാൽ പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല പിള്ള ചഴയുന്നതിനേക്കാൾ പ്രധാനം തങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ സഭകൾ രംഗത്ത് വന്നതാണ് പിന്നീട് കണ്ടത്. ഇടുക്കി അതിരൂപത കേരള സ്റ്റോറി കാണിക്കാൻ തീരുമാനിച്ചപ്പോൾ താമരശ്ശേരി, തലശ്ശേരി അതിരൂപതകൾ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. കേരളത്തിലെ സാമൂഹിക സന്തുലനവും ശാന്തതയും തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഇടത് ഇസ്ലാമിക തീവ്രവാദികൾ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്ന് സഭ ഒരൽപ്പം പുറപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ സാഹചര്യം മുതലാക്കി രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് എറണാകുളം അതിരൂപത രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് ബദലായി കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇടത് ഇസ്ലാമിക തീവ്രവാദി കൂട്ടങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി എറണാകുളം രൂപത മുന്നോട്ട് വന്നത്. ക്രിസ്തീയ വിശ്വാസങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ക്രിസ്ത്യാനികളെ പ്രതിസ്ഥാനത്ത് വെച്ച് നിർത്തിക്കൊണ്ട് അവർ സംഭവിക്കുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുമ്പും പ്രത്യക്ഷപ്പെട്ടുള്ള ചരിത്രമുള്ള ഒരാളാണ് എറണാകുളം രൂപതയിലെ പ്രസ്തുത പുരോഹിതൻ ഫാദർ ജെയിംസ് പനവേൽ. ഈശോ എന്ന സിനിമ വന്ന സമയത്ത് അതിനെതിരെ പ്രതികരിച്ച ക്രിസ്ത്യാനികളെ ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിച്ചതും ഇതേ അച്ഛനായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇടത് ജിഹാദി ലിബറലുകൾക്ക് കുടപിടിച്ചുകൊണ്ട് കേരള സ്റ്റോറിക്കെതിരെ മണിപ്പൂർ സ്റ്റോറിയുമായി ഫാദർ ജെയിംസ് പനവേലിൽ രംഗത്ത് വന്നത്. എന്നാൽ ഇതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായ KCBC. കേരളത്തിലെ ലവ് ജിഹാദിനെ കുറിച്ച് വ്യക്തമാക്കുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ബദൽ അല്ല മണിപ്പൂർ സ്റ്റോറി എന്ന ഡോക്യുമെന്ററി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് KCBC ജാഗ്രതാ കമ്മീഷൻ മുന്നോട്ട് വന്നത്. ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരള സ്റ്റോറി എന്ന ചിത്രം പറയുന്ന പ്രസക്തമായ വിഷയം വഴിതിരിച്ചു വിടുന്നത് വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ രൂപതകൾ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനെ എതിർത്ത് മണിപ്പൂർ സ്റ്റോറി എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയായിരുന്നു. വിവാദ വികാരിയായ ജെയിംസ് പനവേലിൽ കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ KCBC ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തിയിട്ടുള്ളത്. പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതെന്ന് നേരത്തെ വിവിധ രൂപതകൾ വ്യക്തമാക്കിയിരുന്നു. താമരശ്ശേരി, തലശ്ശേരി രൂപതകൾ കേരള സ്റ്റോറിക്ക് പിന്തുണ നൽകിയിരുന്നു. സീറോ മലബാർ സഭയുടെ യുവജന വിഭാഗമായ KCYM സിനിമ കാണണമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നു. ഏതായാലും ഇതോടുകൂടി ജിഹാദി അച്ഛൻ മനസ്സിൽ ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.